ധർമ്മത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞ ഗ്രന്ഥമാണ് മഹാഭാരതം. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കൗരവന്മാർ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ ദുശാസനൻ തട്ടകസിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ അവരുടെ ദേഹത്തിൽ നിന്ന് ഉരിഞ്ഞു വീഴ്ത്തുന്ന സമയത്ത് പാഞ്ചാലി ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. വ്യാസൻ ചോദിപ്പിക്കുന്ന ചോദ്യം. തലകുനിച്ചു നിൽക്കുകയാണ് ഭർത്താക്കന്മാര്, പഞ്ചപാണ്ഡവന്മാർ സ്വന്തം പണയപ്പെടുത്തിയിട്ടു. അങ്ങനെ പാഞ്ചാലി ചോദിക്കുക, നാണമില്ലേ ഭർത്താക്കന്മാരെ, സ്വന്തം പണയപ്പെടുത്തിയിട്ട് എന്നെ പണയം വെക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇതാണോ ധർമ്മം? എവിടെ ധർമ്മം? എവിടെയാണ് ധർമ്മം എന്ന് വ്യാസൻ ചോദിപ്പിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭർത്താക്കന്മാർക്കും പറ്റിയില്ല, ഇത് എഴുതിയ വ്യാസനും പറ്റിയില്ല. വ്യാസൻ മഹാഭാരതം അവസാനിപ്പിക്കുന്നത്, ഞാനിതാ തലയിൽ കൈവച്ച് പറയുന്നു, ഞാൻ പറഞ്ഞതൊന്നും ഈ ഭൂലോകത്തിലെ ജനത കേട്ടിട്ടില്ല, ഞാൻ എന്തു ചെയ്യും? ധർമ്മം എവിടെ? അങ്ങനെയാ അവസാനത്തെ ശ്ലോകം. ആ ധർമ്മത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് കെ രാമോഹരനെ പോലുള്ള ആൾക്കാർ ധാർമ്മികതയെ കുറിച്ച് പറയുന്നത്, മഹാത്മാഗാന്ധി ധാർമ്മികതയെ കുറിച്ച് പറയുന്നത്. അടുത്തിരിക്കുന്ന മനുഷ്യനെ പോലെ കാണുക, അതാണ് ധാർമ്മികത, ഉദാത്തമായ ധാർമ്മികത. അന്യന്റെ വേദനയിൽ പങ്കുചേരുക, അന്യന്റെ സന്തോഷത്തിൽ പങ്കുചേരുക, സ്വാർത്ഥത പരമാവധി കുറയ്ക്കുക, മനുഷ്യത്വപരമായ പെരുമാറ്റം നടത്തുക. ഇതൊക്കെയാണ് മാർക്സിസം വളരുന്നതിന്റെ ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് ഗാന്ധിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഇന്ത്യയിൽ മാർക്സിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും സമന്വയം നടക്കണമെന്ന് ഈ പറഞ്ഞ കെ രാമോഹരനും എൻ ഇ ബൽറാമും ഒക്കെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് ചിന്താഗതികളും ഗാന്ധിയൻ ചിന്താഗതികളും ഡോക്ടർ അംബേദ്കറുടെ ചിന്താഗതികളും കൂടി സമന്വയിക്കുന്ന ഒരു സമൂഹത്തിലൂടെ വേണം ഇന്ത്യ സഞ്ചരിക്കാനെന്ന് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രസ്താവ്യമാണ് ഫാസിസം ഇന്ന് രാഷ്ട്രത്തിന്റെ ആധിപത്യത്തിലിരിക്കുമ്പോൾ. ഈ മൂന്ന് സിദ്ധാന്തങ്ങളുടെയും സമന്വയം ഇന്ത്യയിൽ നടക്കണം. കാരണം ലോകത്തിന് നിഷേധിക്കാൻ പറ്റാത്ത ചിന്തകളാണ് അംബേദ്കറും ഗാന്ധിയുടെയും മാർക്സിന്റെയും ചിന്തകൾ, രാഷ്ട്രീയ ചിന്തകൾ. അപ്പൊ അതിനെ സമന്വയിപ്പിക്കാനാണ് പൂർവസൂരികളായ കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചവരും ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ത്യാഗധനന്മാരായ പ്രവർത്തകന്മാർ അനുഭവത്തിലൂടെയും ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്തത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രു ഈ ഫാസിസ്റ്റുകളാണ്. ഈ ഏകാധിപത്യ പ്രവണത പുലർത്തുന്ന സംഘപരിവാർ പ്രത്യയ ശാസ്ത്രമാണ്. ഹിന്ദുത്വവാദത്തിന്റെ ഏറ്റവും വലിയ പ്രാകൃത സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളെ സമീപിക്കുന്ന കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടു. 10-30 സീറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീന ശക്തി നഷ്ടപ്പെട്ടുവെന്നും കരുതണ്ട. താൽക്കാലികമായിട്ട് 10 കുറച്ച് സീറ്റുകൾ കുറഞ്ഞു എന്നല്ലാതെ അവർ സമൂഹ മണ്ഡലത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഈ കടുത്ത യാഥാസ്ഥിക ഹിന്ദുത്വ വർഗീയവാദം ഇനിയും പടർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിന്റെ തെളിവാണ് 2 ആഴ്ച മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ്. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് RSS അംഗങ്ങളാകാം. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നാണ് അവരുടെ ലക്ഷ്യം. ഓൾറെഡി ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ RSSന്റെ സർവസംഘചാലക് ഇന്ത്യയിൽ. അദ്ദേഹം കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണ് നാഗ്പൂരിൽ, ഇന്ത്യ ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്ര. ഇനി അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമേ വരേണ്ടതുണ്ട്. അപ്പൊ 2025 RSS രൂപീകരിച്ച് 100 കൊല്ലം കഴിയുകയാണ്. അപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് നമ്മൾ കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഇത് നിസ്സാര കാര്യമല്ല. ഇന്ത്യ എന്താണ്? ഈ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? വൈവിധ്യങ്ങളുടെ നാട്, വ്യത്യസ്ത ചിന്തകളുടെ നാട്, ദർശനങ്ങളുടെ നാട്, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത വേഷം, വ്യത്യസ്ത ഭക്ഷണം, വ്യത്യസ്തമായ സംഗീതം, വ്യത്യസ്ത ഡാൻസ്, വ്യത്യസ്തമായിട്ടുള്ള എന്തെല്ലാം ഈ പ്രകൃതിയിലുണ്ടോ അതൊക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയെ നോക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് RSS പറയുന്നത് ഇന്ത്യ ഏകശിലാരൂപമാകണം. ഇവിടെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള സംസ്കാരങ്ങളും അതിൻ്റെതായിട്ടുള്ള സാമൂഹിക കാഴ്ചപ്പാടുകളും മാത്രം മതി, വേറെയൊന്നും വേണ്ട. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം. ഇതിനെ എങ്ങനെ അതിജീവിക്കാം?
ഇതിനെ നിസാരവൽക്കരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ BJP ജയിച്ചത്, ആലപ്പുഴയിൽ BJPക്ക് വോട്ട് കൂടിയത്, 10-11 മണ്ഡലങ്ങളിൽ BJP അസംബ്ലി മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്തെത്തിയത്. പലയിടത്തും മുന്നോട്ട് വരാൻ കാരണം ഈ തികഞ്ഞ പ്രാകൃത ചിന്തകൾ ജനതയുടെ മസ്തിഷ്കത്തിലേക്ക് ഇറക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഉണർത്തെഴുന്നേൽക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സാമ്പ്രദായിക ചിന്തകൾ കൊണ്ടൊന്നും സമര പരിപാടികൾ കൊണ്ടൊന്നും ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഫാസിസത്തിന്റെ നേതാവ് മോഡിയൊന്നുമല്ല. ഫാസിസം തുടങ്ങിയത് 1930-കളില് അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും ജർമ്മനിയും ഇറ്റലിയും ഭരിക്കുന്ന സമയത്ത് അന്നേ തുടങ്ങിയിട്ടുണ്ട് ഏകശിലാവാദം. താൻ പറയുന്നത് മാത്രം ശരി, ബാക്കിയുള്ളതെല്ലാം തെറ്റെന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ചക്രവർത്തിയായിരുന്നു, പട്ടാള നായകനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു ജോസഫ് ഗീബൽസ്. ആ ഗീബൽസിനോട് അദ്ദേഹം പറയും, ഞാൻ എന്റെ പ്രചരണം നടത്താൻ ജർമ്മനി മുഴുവൻ, ജർമ്മൻ ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് ഫ്യൂറർ. ഫ്യൂറർ എന്ന് പറഞ്ഞ ജർമ്മൻ ഭാഷയിൽ അതിന്റെ വിവർത്തനം ചക്രവർത്തി, ഈ പട്ടാളാധിപൻ ഞാൻ. അതുകൊണ്ട് എന്റെ സന്ദേശമാണ് അവസാനത്തെ സന്ദേശം. ജർമ്മൻ ജനതയുടെ അഭിമാനത്തിന്റെ വക്താവാണ് ഞാൻ, എന്നെ അനുസരിക്കുക. ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ പ്രസംഗങ്ങളിൽ ഒരാളായിരുന്നു. പക്ഷെ പറയുന്ന മുഴുവൻ വേണ്ടാത്തരാ മാത്രം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർ എവിടെയും തിങ്ങിക്കൂടുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ ഹിറ്റ്ലർ ജനങ്ങളെ ആവേശഭരിതരാക്കി, അമിതമായ ദേശീയവാദം പറഞ്ഞുകൊണ്ട്, സങ്കുചിതവാദം പറഞ്ഞുകൊണ്ട്, വിഭാഗീയത വിഷം പരത്തിക്കൊണ്ട്, അങ്ങനെ ജർമ്മൻ ജനതയുടെ മുഴുവൻ അതിദേശീയവാദത്തിന് തൊട്ടുണർത്തിക്കൊണ്ട് അതിന്റെ പ്രതിഫലനമായിട്ട് എന്തുണ്ടായി? ഏതാണ്ട് 1.25 കോടി ജൂതന്മാരെ അദ്ദേഹം കൊല ചെയ്തു. മാസക്കർ. ഗ്യാസ് ചേംബറിലിട്ട്, ഗില്ലറ്റിനിലിട്ട്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹിറ്റ്ലറും മുസോളിനിയും കൂടി യൂറോപ്പിലെ മറ്റേകാധിപതികളും ചേർന്ന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി. ഇത് കഴിഞ്ഞിട്ട് 40 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. 400 കൊല്ലം മുമ്പത്തെ കഥയല്ലാത്തത്. അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായി, കമ്മ്യൂണിസ്റ്റുകാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ. 1940-കളിലാണ് ഇതൊക്കെ നടക്കുന്നത്. 30-കളുടെ അവസാനത്തിൽ, 40-കളുടെ തുടക്കത്തിൽ. 80 കൊല്ലമായിട്ടുള്ളൂ, 82 കൊല്ലമായിട്ടുള്ളൂ ഹിറ്റ്ലർ വിട പറഞ്ഞിട്ട് ലോകത്തോട്. അപ്പോൾ ചരിത്രം പഠിക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന വിജയവും അപജയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹിറ്റ്ലർ അങ്ങനെ കൂട്ടക്കൊല ചെയ്ത്, മുസോളിനിയും കൂട്ടക്കൊല ചെയ്ത്. മുസോളിനി പറയുന്ന ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വിഡ്ഢികളുടെ വാക്കാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഉപയോഗിക്കേണ്ട വാക്കാണ് ഫാസിസം. മുസോളിനി എഴുതി വെച്ചതാണ്. അങ്ങനെ ജനങ്ങളെ കൊണ്ട് ഫാസിസം സിന്ദാബാദ് വിളിപ്പിച്ചു. 17 കൊല്ലം ലോക ജനത ഫാസിസ്റ്റുകൾക്ക് സിന്ദാബാദ് വിളിച്ചു. പരിപൂർണമായി സോഷ്യലിസത്തിനെ തകർക്കാനുള്ള സമരങ്ങൾ നടത്തി, ആയുധങ്ങൾ ഉപയോഗിച്ചു, ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഒരൊറ്റ നേതാവ്, ഒറ്റ രാജ്യം. ഹിറ്റ്ലർ എന്ന നേതാവ്, ജർമ്മനി എന്ന രാജ്യം, മുസോളിനി എന്ന നേതാവ്, ഇറ്റലി എന്ന രാജ്യം, ഇതൊക്കെ ഏതാണ്ട് ഇന്ത്യയിൽ കാണുന്നില്ലേ? ഇദ്ദേഹം എന്താ പറയുന്നത്? ഒരൊറ്റ ജനത, ഒരൊറ്റ നേതാവ്, ഒറ്റ തെരഞ്ഞെടുപ്പ്. മോഡി വിളിച്ച മുദ്രാവാക്യാണ് തെരഞ്ഞെടുപ്പിന്റെ 5-6 മാസം മുമ്പ്. അവിടെ നിന്ന് കടമെടുക്കുന്നതാ മുഴുവൻ. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ ക്യാമ്പ് എന്നുള്ള പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടെ മറ്റൊരു ജീവചരിത്ര കഥയായ റൈസ് ആൻഡ് ഫോൾ ഓഫ് തേർഡ് റൈച്ച് എന്നുള്ള പുസ്തകത്തിൽ ഈ ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ മുഴുവനുണ്ട്. അതിലാണ് ഹിറ്റ്ലർ പറയുന്നത്, 1939-ൽ ബെർലിൻ പട്ടണത്തിലെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, ഞാനാണ് നിങ്ങളുടെ വക്താവ്, ഞാനാണ് നിങ്ങളുടെ ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിങ്ങൾ പുരോഗമിക്കും, എന്നെ വിശ്വസിക്കുക, എന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ പ്രസംഗമാണ് മോഡി തൃശ്ശൂരിൽ വന്ന് നടത്തിയത്. മോഡിക്ക് ഗ്യാരണ്ടി, മോഡിക്ക് ഗ്യാരണ്ടി, മോഡിക്ക് ഗ്യാരണ്ടി. ഒക്കെ കോപ്പിയടിയാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞില്ല. കാരണം ഇന്ത്യക്കാരനൊരു സ്വഭാവമുണ്ട്, നമുക്കൊക്കെ. എന്താ സ്വഭാവം? ഇന്ത്യയിലെ 85% ആൾക്കാരും, ഇപ്പോഴത്തെ ആൾക്കാർ ഒന്നും വായിക്കാത്തവരാ. വായിക്കാത്ത സമൂഹത്തിൽ ജനാധിപത്യം വളരില്ല. വായിക്കാത്ത സമൂഹത്തിൽ ഫാസിസേ വളരുള്ളൂ. വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മടിയായി ഇന്ത്യക്കാർ. പണ്ട് അങ്ങനെയായിരുന്നില്ല. ഈ പറഞ്ഞ നേതാക്കന്മാർ വായനയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വളർത്തിയത്. ഇപ്പൊ പല പാർട്ടികളിലും ഏറ്റവും കുറഞ്ഞു വായിക്കുന്നവരാരാണോ അവരാണ് വലിയ നേതാക്കന്മാർ.
അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത. മഹാത്മാഗാന്ധി ജനിച്ച നാട്ടിൽ, സ്വാമി വിവേകാനന്ദൻ ജനിച്ച നാട്ടിൽ, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച നാട്ടിൽ വായിക്കാതെ എങ്ങനെ ആശയമുണ്ടാകും, വിജ്ഞാനമുണ്ടാകും? അപ്പൊ അതിന്റെ ഒരു പോരായ്മ. എന്നാൽ RSS അവരുടെ വിഷലിപ്തമായ ചിന്തകളെ മുഴുവൻ ശാഖകളിലൂടെ പ്രചരിപ്പിക്കുന്നു. വിചാരധാര എന്നുള്ള പുസ്തകം ഗോൾവാൾക്കർ എഴുതിയിട്ട്, രണ്ടാമത്തെ അവരുടെ തലവനായ ഗോൾവാൾക്കർ വിചാരധാര എഴുതിയിട്ട് ആ പുസ്തകമാണ് RSS ശാഖകളിൽ അതിന്റെ വിഷലിപ്തമായ സന്ദേശങ്ങൾ ജനങ്ങളുടെ മസ്തിഷ്കത്തിലൂടെ അവർ പ്രവഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലവർ പറയുന്നത് ഹിന്ദു മാത്രം മനുഷ്യൻ, ബാക്കിയൊക്കെ രണ്ടാം തരം മൂന്നാം തരം മനുഷ്യൻ, ഹിന്ദുവിനെ മാത്രം സേവിക്കുക. ആരാണ് അവർ പറയുന്ന ഹിന്ദു? യഥാർത്ഥ ഹിന്ദുവും ആ ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം നോക്കണ്ടേ? അത് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ആളുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉത്തരവാദിത്വം ആരാണ് യഥാർത്ഥ ഹിന്ദു എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന. അല്ലാണ്ട് ഇവിടുത്തെ SNDP നേതാവ് പറയുന്നത് പോലെയുള്ള ഹിന്ദു അല്ല ഈ രാഷ്ട്രത്തിന് വേണ്ടത്. ശ്രീനാരായണ ഗുരുദേവ ശിഷ്യന്മാരെന്ന് പറയുന്നവർ എവിടെയാ ഗുരുദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? എവിടെയാ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ ഓരോ 5 കിലോമീറ്ററിന് കഴിഞ്ഞാൽ കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഗുരുദേവൻ ഇരിക്കുന്നതാണ്. അവിടെ മാത്രമേ ഗുരുദേവനുള്ളൂ, വേറെ എവിടെയും ഗുരുദേവനില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചതാര? ഈ വിജ്ഞാനത്തിനെ എതിർക്കുന്ന ജനത, നമ്മളടക്കമുള്ള ജനത. ഗുരുദേവൻ പറഞ്ഞ സിദ്ധാന്തം മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളാണ്. അന്ന് മാർക്സിസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഗുരുദേവൻ പറഞ്ഞത് മാനവ സ്നേഹത്തിന്റെ സിദ്ധാന്തം, സമത്വ സിദ്ധാന്തം, പുരോഗമനത്തിന്റെ സിദ്ധാന്തം. ആ ഗുരുദേവനെ അടക്കം ദൈവമായിട്ട് ചിത്രീകരിച്ച് ഇന്ന് ഗുരുദേവ ശിഷ്യന്മാർ സാമുദായിക ചിന്തയുടെ അപ്പസ്തലന്മാരായിട്ട് സംഘപരിവാറിന് അടിമസേവ ചെയ്യുന്ന ഒരു ചിത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതൊരു രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ തലകീഴായി മറയലല്ലേ? ഗുരുദേവന്റെ പ്രസ്ഥാനം തലകീഴായി മറയുന്നു. ഇതാണോ ഈ രാജ്യം ആവശ്യപ്പെടുന്നത്? അതുകൊണ്ട് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയുടെ സിദ്ധാന്തങ്ങൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുമ്പോൾ അതിൽ പറയുന്നു ഹിന്ദു. 3-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്ന ഗ്രീക്കുകാരും അറേബ്യൻസും സിന്ധു നദീ തീരത്തിന്റെ അപ്പുറത്ത് താവളമടിച്ചു കുറെ മാസങ്ങളോളം. നദി കടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അപ്പുറത്തേക്ക് പോയ മിലിറ്ററി പാലം വന്നതിന് ശേഷമല്ലേ പറ്റിയുള്ളൂ. അന്ന് ശക്തമായിട്ടൊഴുകുന്ന പുഴ കാരണം മാസങ്ങളോളം ഈ ഗ്രീക്ക് പെർഷ്യൻ വംശജർക്ക് സിന്ധു നദീ തീരത്തിന്റെ അപ്പുറത്ത് താമസിച്ചപ്പോൾ അന്ന് അറേബ്യൻ പണ്ഡിതനായിട്ടുള്ള അബ്ദിക്നൂർ, ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള ഹെറോഡറ്റസ് സിന്ധു നദീ തീരത്തിന്റെ ഇപ്പുറത്ത് താമസിക്കുന്നവരെ വിളിച്ച പേരാണ് ഹിന്ദു, INDU. ആ ഹിന്ദുവാണ് വിപുലീകരിച്ച് ഹിന്ദുസ്ഥാൻ ആയത്. ഹിന്ദു എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത ആളുടെ പേരാണ് മുസൽമാൻ. എന്നിട്ട് അവനോടാ പറഞ്ഞ് പുറത്തു പോകാൻ പറ്റും. ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയണ്ടേ? എന്താ അത്ര പറയാൻ മടി? പൊതുജനത്തിനോട് ഇത് പറയണ്ടേ? ധൈര്യമായിട്ട് ചരിത്രം പഠിച്ച് പറയണ്ടേ? മുസ്ലിങ്ങളില്ലെങ്കിൽ, ക്രിസ്ത്യാനികളില്ലെങ്കിൽ, സിഖുകാരും ബുദ്ധാന്മാരും ഇല്ലെങ്കിൽ, ഹിന്ദുക്കളുടെ ഉജ്ജ്വലമായ ദർശനങ്ങളില്ലെങ്കിൽ എന്ത് ഇന്ത്യ? രാമായണവും അല്ലെങ്കിൽ ഇന്ത്യയിൽ വടക്ക് ഹിമാലയവും തെക്കും കിഴക്കും പടിഞ്ഞാറും കടലുകളും ഉള്ളത് കൊണ്ടല്ല ഇന്ത്യ നിലനിൽക്കുന്നത്. ഇന്ത്യ ഇത്രയും കാലം ഐക്യത്തോടുകൂടി നിലനിൽക്കുന്നത് രാമായണവും മഹാഭാരതവും ഖുർആനും ബൈബിളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുവന്ന. കുരുക്ഷേത്രത്തിലെ കൃഷ്ണനെയും അറേബ്യയിലെ നബി തിരുമേനിയെയും ജെറുസലേമിലെ ക്രിസ്തുദേവനും കൈകോർത്ത് പിടിച്ചു നിൽക്കുക ഇന്ത്യയിൽ. അതിനെ തകർക്കണം സംഘപരിവാർ. ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് തരിപ്പണമാക്കുന്നു, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, അവർണ ഹിന്ദുക്കളെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. ഹരിജനങ്ങൾക്കും ദലിതന്മാർക്കും പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റില്ല. ഏത് ഹിന്ദുവിനെ കുറിച്ച് അവർ പറയുന്നു? രാമായണത്തിലും ഉപനിഷത്തിലും മഹാഭാരതത്തിലും പറയാത്ത ഹിന്ദുവാണോ ഇവരുടെ ഹിന്ദു? അപ്പൊ അബ്ദിക്നൂറും ഹെറോഡറ്റസും പറഞ്ഞ വാക്കാണ്, അതിൽ നിന്നാണ് ഹിന്ദു എന്നുള്ള വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. തന്നെ വിവേകാനന്ദ സ്വാമികൾ തന്റെ ഉജ്ജ്വലമായ ഗ്രന്ഥമായ സാഹിത്യ സംഗ്രഹത്തിൽ പറയുന്നുണ്ട്, ഹിന്ദുമതം ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്. ആരാ പറയുന്നത്? ഇന്ത്യ ലോകത്തിന്റെ സംഭാവന ചെയ്ത ഏറ്റവും വലിയ സൂര്യ തേജസ് സ്വാമി വിവേകാനന്ദൻ. അതിനൊക്കെ അപ്പുറത്തുള്ളൊരു സ്വാമി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സ്വാമിയെ ഭരണകൂടത്തിന് വേണ്ട. ഭരണകൂടത്തിന് വേണ്ട സ്വാമി ബാബ രാംദേവ് പതഞ്ജലി, വ്യവസായത്തിന്റെ ഉടമസ്ഥൻ, 3000 കോടി രൂപയുടെ വിറ്റുവരുമാനമുള്ള സ്വാമിയെ വേണ്ടത്. കോയമ്പത്തൂരിലെ ജഗ്ഗി വാസുദേവനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടത്. സ്വാമി വിവേകാനന്ദനെ വേണ്ട. അപ്പൊ വിവേകാനന്ദ സന്ദേശം പറഞ്ഞു കൊടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമയാണ്.
അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊന്നും കൊടുക്കാത്തതിന്റെ ഭേദമായിട്ടാണ് ചിന്തകൾ ചുരുങ്ങിപ്പോകുന്നത്, ചിന്താ ദാരിദ്ര്യം വരുന്നത്, ചിന്ത ജീർണിക്കുന്നത്. അപ്പോൾ ചിന്ത ജീർണിച്ചിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ മനുഷ്യനെ പോലെ പരിഗണിക്കാൻ പറ്റില്ല. ഇനി പരിഗണിച്ചാൽ തന്നെ പറയും ഞാൻ നായര്, അല്ലെങ്കിൽ താനാരാ, ഞാൻ ഈഴവൻ. അടുത്ത ചോദ്യം പേര് ചോദിക്കും ആദ്യം, അപ്പൊ പറയും രാമൻ. അടുത്ത ചോദ്യം എന്താ ജാതി എന്ന്. ഇതൊന്നല്ല ഇവര് പഠിപ്പിച്ചത്. ജാതി ചോദിക്കരുത് എന്ന് പറയുന്ന പ്രസ്ഥാനമാകണം കമ്മ്യൂണിസം. അങ്ങനെയായിരുന്നു ഈ പൂർവ്വസൂരികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ നമ്മളും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം നമ്മൾ. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യേണ്ടത്, അതാണ് കോൺഗ്രസ് പ്രസ്ഥാനം അടക്കം ചെയ്യേണ്ടത്. ഗാന്ധിജി കാണിച്ച പാത അതായിരുന്നു. ഇന്ന് എല്ലാവർക്കും ജാതി, മതം, അതിലും ജാതിയുടെ ഉപജാതി. ഗുരുദേവൻ പറഞ്ഞു എന്റെ ദൈവം എന്റെ ഹൃദയത്തിലാണ്. എവിടെ നിന്റെ ദൈവം എന്ന് ഗുരുദേവനോട് ചോദിച്ചപ്പോൾ ഒരു കണ്ണാടി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ആരെയാ കാണുന്നത്? എന്നെ തന്നെ. അത് തന്നെ ദൈവം. എന്താ ദൈവം? ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ നിരീശ്വരവാദിയായി. ഗുരുദേവനല്ലേ ആദ്യം പറഞ്ഞത് ഇത്. ഗുരുദേവന്റെ ഒപ്പം നിന്ന ആളുണ്ട് സഹോദരൻ അയ്യപ്പൻ. എന്താ പറഞ്ഞത്? ദൈവവും വേണ്ട, മതവും വേണ്ട, ജാതിയും വേണ്ട. കുറച്ച് കടന്ന കൈയായിട്ടാ പറഞ്ഞത്. അതോട്ടിപ്പോ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ച നാടിന്റെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? അന്ന് അത് കേൾക്കാനും ശ്രവിക്കാനും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താനും സംവാദ സംഭാഷണങ്ങളിൽ ഏർപ്പാടുള്ള ബുദ്ധിപരമായ ഔന്നത്യം മലയാളിക്കുണ്ടായിരുന്നു. ഇന്ന് അതില്ല. ആ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനത്തെ ഒരു ബുദ്ധിപരമായ ഔന്നത്യം ഉണ്ടാക്കണം നമ്മൾ. ദൈവത്തിനെ ചോദ്യം ചെയ്യാനൊന്നും പോകണ്ട, പക്ഷെ അനാചാരത്തിനെയും അന്ധവിശ്വാസത്തിനെയും ചോദ്യം ചെയ്തേ പറ്റൂ. അങ്ങനെ അനാചാരവും അന്ധവിശ്വാസവും വളരുന്നത് കൊണ്ടാണ് ഈ BJP ഈ മണ്ഡലത്തിൽ അടക്കം വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത്. എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിലേക്കും ജാതി ചിന്ത, മതചിന്ത, സാമുദായിക ചിന്തകൾ കടത്തിവിട്ടു. എന്റെ വിഭാഗത്തിലെ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക്. മനുഷ്യനെ തരംതിരിച്ചു. നീ ഞാൻ, നീ ഞാൻ. അത് തുടങ്ങിയിട്ട് 100 വർഷമായി RSS. ഈ കഴിഞ്ഞ 10 വർഷം പ്രകടമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? ഒരു പ്രത്യേക മതവിഭാഗക്കാർ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നു, അവർ മാല വിൽക്കും, അവർ കുട്ടികളെ ഉണ്ടാക്കും. ഇതൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു വാക്കാണോ പ്രധാനമന്ത്രി പറഞ്ഞത്? അത്ര ഭീകരമായ ലജ്ജിച്ചത് ജീർണിച്ച ആശയങ്ങളല്ലേ ഈ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ നടത്തിയത്? 3000 കോടി രൂപ മുടക്കിയിട്ട് രാമക്ഷേത്രം പണിതിട്ട് ഇപ്പൊ 1 കൊല്ലം കൂടി ആയിട്ടില്ല അത് ചോർന്നൊലിക്കാൻ തുടങ്ങി. ആരെ പറ്റിക്കാൻ ഇതൊക്കെ ചെയ്തത്? രാമായണ മാസമാണ് കേട്ടോ, കർക്കിടക മാസം. എല്ലാ അമ്പലത്തിലും രാമായണം വായിക്കും. വീടുകളിൽ വായിക്കണ്ടോ എനിക്കറിയില്ല. ആ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ. ബഹുഭൂരിഭാഗം അമ്പലങ്ങളിലും വായിക്കുന്ന ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല ഇതെന്തായി പറയുന്നത്. അതാ പലയിടത്തെ സ്ഥിതി. ഈ ഇരിക്കുന്നതിൽ എത്ര പേര് രാമായണം വായിച്ചിട്ടുണ്ട്? ചേച്ചി വായിച്ചിട്ടുണ്ട്. കുട്ടികളോടാ ഞാൻ ചോദിക്കുന്നത്. തൊട്ടിട്ടുണ്ടാവില്ല പുസ്തകം. പിന്നെങ്ങനെയാ ഇന്ത്യൻ സംസ്കാരം അറിയാം? പിന്നെങ്ങനെയാ ഇന്ത്യൻ ചരിത്രം അറിയാം? ഈ രാമായണത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നവന്റെ പേരാണ് RSS, സംഘപരിവാർ. വാത്മീകി പറഞ്ഞ രാമനല്ല അവർ പറയുന്ന രാമൻ. അവരുടെ ഫ്ലക്സ് ബോർഡുകളിൽ അമ്പും വില്ലും കൊണ്ട് നിൽക്കുക രാമൻ. എല്ലാ ഫ്ലക്സ് ബോർഡും RSSന്റെ കണ്ടിട്ടുണ്ട്. അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ രാമൻ നിൽക്കുക. രാമായണത്തിൽ ആകെ രാമൻ യുദ്ധം ചെയ്തത് 3-ഓ 4-ഓ പ്രാവശ്യം. RSSന്റെ ബോർഡ് കണ്ട രാമൻ 24 മണിക്കൂർ യുദ്ധം ചെയ്ത പണി നടക്കുന്നത്. രാമനാകെ യുദ്ധം ചെയ്തത് 12ാമത്തെ വയസ്സിൽ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിൽ പോയി അദ്ദേഹത്തിന്റെ യാഗങ്ങൾ മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ. പിന്നീട് സീതാ അന്വേഷണത്തിന് പോകുമ്പോൾ വാനര രാജാവായ വാലിയെ കൊല്ലാൻ. 3ാമത്തത് ലങ്കാ ചക്രവർത്തിയായ രാവണനെ കൊല്ലാൻ. അല്ലാതെ എപ്പോഴാണ് രാമൻ വില്ലെടുത്തിരിക്കുന്നത്? രാമൻ സുസ്മേരവദനനാണ്. രാമൻ സമാധാനപ്രിയനാണ്. രാമൻ സഹിഷ്ണുതയുടെ പ്രതീകമാണ്. രാമൻ സാഹോദര്യത്തിന്റെ പ്രതീകമാണ്. രാമായണം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിന്റെ പ്രതിഷ്ഠാപനമാണ്, ത്യാഗമാണ് രാമായണം, സ്വഭാവമാണ് രാമായണം. വാത്മീകി മഹർഷി ആലോചനാമഗ്നനായിട്ടിരിക്കുന്ന ഒരു ദിവസം വൈകുന്നേരം നാരദമുനി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ നാരദമുനി ചോദിക്കുക, എന്താ മഹർഷി ആലോചിക്കുന്നത്? അപ്പൊ വാത്മീകി പറയാ, ഞാൻ ഈ ഭൂമിയിൽ സത്യവും മര്യാദയും നീതിയും സ്നേഹവും സാഹോദര്യവും ധർമ്മവും ഒക്കെ മാത്രം പുലർത്തുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ നാരദൻ പറയാ, അങ്ങനത്തെ മനുഷ്യന്മാരെവിടെയില്ല. നീ ഏതാണ്ട് ഈ ഗുണമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. അയോധ്യ ചക്രവർത്തി ദശരഥന്റെ പുത്രൻ രാമൻ. രാമന്റെ കഥ കുറിച്ച് പറഞ്ഞു കൊടുക്കുക.
ഇനി ബാക്കിയുള്ള കഥ അങ്ങ് ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുകൊണ്ടൊരു ഗ്രന്ഥം എഴുതിക്കൊള്ളൂ. അങ്ങനെയാണ് ഈ രാമകഥ കേട്ട് ദുഃഖപൂരിതമായ മനസ്സുമായി വാത്മീകി സന്ധ്യാവന്ദനത്തിന് വേണ്ടി സരയൂ നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് കുളിച്ചു വരുമ്പോൾ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം തിരിച്ചു വരുമ്പോൾ നദീതീരത്തുള്ള ഒരു വൃക്ഷത്തിന്റെ മരക്കൊമ്പിലുള്ള 2 പക്ഷികളിൽ ഒരു പക്ഷിയെ വേടൻ നമ്പേത് കൊന്ന് ഒരു പക്ഷി മരിച്ചു വീഴുന്നത് കാണുമ്പോൾ മനസ്സിലുള്ള ദുഃഖം കൂടുതലായി. ദുഃഖം മണപൊട്ടി ഒഴുകിയപ്പോൾ മഹാമുനിയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന 4 അക്ഷരമാണ് മാ നിഷാദ, അരുത് കാട്ടാള. രാമായണം അതാണ് പറയുന്നത്. അരുത് അധർമ്മം, അരുത് അസഹിഷ്ണുത, അരുത് അസത്യം, അരുത് സ്നേഹമില്ലായ്മ, അരുത് അധർമ്മം. ഇങ്ങനെ എല്ലാറ്റിനെയും എതിരായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥത്തിനെയാണ് ഈ RSS ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യയെ മനുഷ്യ വിഭാഗീയതയുടെ ഏറ്റവും വലിയ പ്രാകൃത ഭൂമിയാക്കി മാറ്റുന്നത്. അതിനെ എതിർക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമ. അല്ലാണ്ട് രാമനെ എതിർക്കലല്ല, ഇവരുടെ രാമായണത്തിന്റെ ദുർവ്യാഖ്യാനത്തിനെ എതിർത്തേ പറ്റൂ. ഇനിയും എതിർക്കണം. കാരണം ഫാസിസം ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല. പോകാൻ വർഷങ്ങളോളം ദശകങ്ങളോളം എടുക്കും. ഇനിയും അത്രമാത്രം അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആ രാമായണത്തിന്റെ സൗന്ദര്യമൊന്നും ഇവര് പറയില്ല. റാംലല്ല വിഗ്രഹമാണ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അല്ലേ? 4 മണിക്കൂറാണ് TV-യിൽ കാണിച്ചത്. നരേന്ദ്രമോദി പ്രതിഷ്ഠിച്ച് പൂജ എങ്ങനെ നടത്തുന്നതാണ്. വലതുഭാഗത്തിരുന്ന ഒരാളെ ഓർക്കണ്ടോ? അപ്പൊ TV-യിൽ ആരാ? RSS തലവൻ മോഹൻ ഭാഗവത്. കൃത്യമായ സന്ദേശമാണ് ഇന്ത്യൻ ജനതയോട്. RSS ആണ് നാട് ഭരിക്കുന്നത്, ഞാനല്ല. പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോയിട്ട് എന്താ അവിടെ പങ്കെടുക്കേണ്ട കാര്യം? എന്നിട്ടോ രാമന്റെ വിഗ്രഹം, റാംലല്ല വിഗ്രഹം എന്ന് വെച്ചാൽ രാമന്റെ കുട്ടിയായ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. ചരിത്ര ദുർവ്യാഖ്യാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, പഴയ കഥകൾ പറയല്ല. എങ്ങനെയാണ് ഇവര് ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നു? രാമായണത്തിൽ കുട്ടിയായ രാമനെ കുറിച്ച് വാത്മീകി വിവരിക്കുന്നേയില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ കുട്ടിയായ വിഗ്രഹം? റാംലല്ല വിഗ്രഹം എവിടുന്ന് വരുന്നു? അപ്പൊ ജനമനസ്സിനെ സ്വാധീനിക്കാൻ കുട്ടിയുടെ രൂപത്തിലെ ഉണ്ടാക്കുക, ബിംബവൽക്കരണം നടത്തുക. രാമനെ ഏറ്റവും യുവാവായ, ഏറ്റവും യുവ കോമളനായ, ഏറ്റവും സുന്ദരഗാത്രനായ, നിർമ്മലൻ നിരുപമൻ എന്നാണ് വാത്മീകി വിവരിച്ചിരിക്കുന്നത്. നിർമ്മലൻ നിരുപമൻ, ഏറ്റവും വലിയ ഗുണസമ്പന്നനായിട്ടുള്ള ആ രാമന്റെ വിഗ്രഹമല്ല അവിടെ. റാംലല്ല, ചെറിയ വിഗ്രഹം, അതിനെ പ്രതിഷ്ഠിച്ച് പിന്നെ ആ രാമവിഗ്രഹം 1/2 മണിക്കൂർ കാണിച്ച് ബാക്കി 3.5 മണിക്കൂർ കാണിച്ചത് വേറൊരു രാമന്റെ മുഖം. ആ രാമന്റെ പേരാണ് നരേന്ദ്രമോദി. TV-യിൽ ഈ രാമനെ എങ്ങനെ ഇന്ത്യൻ ജനത കണ്ടത്? പിന്നെ വോട്ട് വീഴാതിരിക്കും. എന്നിട്ടും ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ BJP-യെ തോൽപ്പിച്ചു. അവർ ചിന്തിച്ചു. കേരളത്തിലെ ജനത ചിന്തിച്ചില്ല, അവർ ചിന്തിച്ചു. UP മുഴുവൻ തൂത്തുവാരി ഇന്ത്യ മുന്നണി. ഗസിയാബാദിന്റെ അപ്പുറത്തുള്ള സീതാപൂർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത. എത്ര നിരക്ഷനായ കർഷകനും എത്ര താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കും ജനാധിപത്യം ഏറ്റവും അപകടത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാകുമ്പോൾ അവർ പ്രതികരിക്കുമെന്ന് വീണ്ടും ഇന്ത്യ കാണിച്ചു തന്നതാണ് ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം. അവരോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് അവിടെയും തോൽപ്പിച്ചു. അവർ രാമായണം മുഴുവൻ വായിച്ചവരില്ല, പക്ഷെ രാമകഥ നൂറ്റാണ്ടുകളായിട്ട് കേൾക്കുന്നവരാണ്. 300ഓളം രാമായണങ്ങളുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. മാപ്പിള രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, വാത്മീകി രാമായണമുണ്ട്, അങ്ങനെ പല രാമായണങ്ങളുമുണ്ട്. ആ രാമായണം ലോകത്തിലെ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള രാമായണമാണ്. ചില രാമായണത്തിൽ രാവണന്റെ മകളാണ് സീത, ചില രാമായണത്തിൽ രാമന്റെ സഹോദരിയാണ് സീത. ഇങ്ങനെ ഓരോ ഗ്രന്ഥകാരനും ഓരോ തരത്തിലാണ് രാമായണത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് എന്താ? രാമായണത്തിന്റെ വൈവിധ്യം, രാമായണത്തിന്റെ ബഹുസ്വരത, രാമായണത്തിന്റെ ഏറ്റവും സൗന്ദര്യവൽക്കരണമായിട്ടുള്ള ചിത്രീകരണം. അതാണ് ഇന്ത്യൻ പൈതൃകം. അവിടെയാണ് ഗാന്ധിജി പറഞ്ഞത്, എന്റെ രാമൻ എന്റെ മനസ്സിലാണ്. നിങ്ങളുടെ രാമൻ നിങ്ങളുടെ അമ്പലത്തിലാകുമ്പോൾ എന്റെ രാമൻ എന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഗാന്ധി വെടികൊണ്ടേറ്റ് വീഴുമ്പോ പറഞ്ഞത്, ഈശ്വര ഹല്ലാ പേരേ നാ, എല്ലാം ഒന്ന് തന്നെ, അതെന്റെ മനസ്സിലാണ്. അതാണ് ഇന്ത്യ കാണിച്ചു കൊടുത്ത പൈതൃകത്തിന്റെ വഴി. അതാണ് ഉപനിഷത്ത് പറഞ്ഞു കൊടുത്ത വഴി. ആ വഴിയെയാണ് RSS ഇല്ലാതെയാക്കുന്നത്.
ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ. പൂർവ്വസൂരികൾ അതാ ചെയ്തത്. അതുകൊണ്ട് കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ട് മണിയടിച്ചപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഗുണ്ടകൾ വന്ന് സഖാവ് കൃഷ്ണപിള്ളയെ അടിച്ചു വീഴ്ത്തിയപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, എലനക്കി നായര് അടിക്കുകയും ചെയ്യും. ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ അനാചാരത്തിനെതിരായുള്ള മണിയടിക്കണം, അന്ധവിശ്വാസത്തിനെതിരായുള്ള മണിയടിക്കണം. അതാണ് പൂർവ്വസൂരികളുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോഴാണ് സംഘപരിവാർ മുന്നോട്ട് വരിക. ഇന്ന് എല്ലാവരെയും കൊണ്ട് ജാതിയെക്കുറിച്ചാണ് ചിന്തിപ്പിക്കുന്നത്, മതത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മതവിശ്വാസത്തിനെതിരെന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ മതത്തിന്റെ അന്ധവിശ്വാസവും അനാചാരം കൂടുമ്പോൾ അത് രാഷ്ട്രത്തിനെ അപകടത്തിലാക്കുന്നു. രാമായണം അത് പറഞ്ഞു തരുന്നുണ്ട്. ഭരതൻ രാമനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് നേരം അവർ 2-3 ദിവസം ഭരതൻ താമസിക്കുന്നുണ്ട് അവിടെ കാട്ടിൽ. രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലൊരു ചോദ്യം, ഭരതാ, ചാർവാകന്മാർക്ക് സുഖമല്ലേ? അവരുടെ കാര്യമൊക്കെ നീ നോക്കുന്നില്ലേ? ആരാ ചാർവാകന്മാർ? കടുത്ത നിരീശ്വരവാദികൾ. മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് വിവക്ഷിക്കപ്പെടുന്ന രാമനെ കൊണ്ട് വാത്മീകി ചോദിപ്പിക്കുകയാണ് ഭരതനെ കൊണ്ട്, നീ ചാർവാകന്മാരുടെ ജീവിതമൊക്കെ അന്വേഷിക്കുന്നില്ലേ? അവരെ സുഖിപ്പിച്ച് ജീവിപ്പിക്കണമെന്ന്. അത്ര ജനാധിപത്യവാദിയ രാമൻ. ഇതൊക്കെ വാത്മീകി രാമായണം വായിക്കാത്ത ആളല്ലേ RSS പ്രവർത്തിക്കുന്നത്? അതല്ലേ കുഴപ്പം വരുന്നത്. അവരാകെ വായിക്കുന്നത് ഈ പരാശര സ്മൃതിയും മനുസ്മൃതിയും യാജ്ഞവൽക്ക സ്മൃതിയും ഒക്കെയാണ്. അംബേദ്കറുടെ ഭരണഘടന വായിക്കില്ല, ഉപനിഷത്തുകൾ വായിക്കില്ല. അപ്പൊ ഈ രാജ്യത്തിന്റെ തത്വചിന്തയെ മുഴുവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വികൃതമായ പൈതൃകത്തിനെ വളർത്തിയെടുക്കുക. അതുകൊണ്ട് ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം നടത്തുക. ഒരു രാഷ്ട്രം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ സംസ്കാരവും അവരുടെ വിദ്യാഭ്യാസ മേഖലയുമാണ്. ഫാസിസത്തിന് കൃത്യമായിട്ട് അറിയാം, സാംസ്കാരിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ മലീമസമാക്കിയാൽ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അധികാരം എക്കാലത്തും പിടിച്ചു നിർത്താമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഹിറ്റ്ലർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ ജോസഫ് ഗീബൽസിനെ കൊണ്ട് 100 ചില്ലുവാനം ലൈബ്രറികളാണ് 930 മുതൽ 33 വരെയുള്ള കാലഘട്ടത്തിൽ ജർമ്മനിയിൽ അഗ്നിക്കിരയാക്കിയത്. ജർമ്മൻ ജനത പുസ്തകം വായിക്കണ്ടെന്ന ഹിറ്റ്ലറുടെ ഓർഡർ. ബെർലിൻ പട്ടണത്തിലെ ഓപ്പൺബ്ലേറ്റ് സർവകലാശാല 9.5 ലക്ഷം പുസ്തകങ്ങളാണ് ഇവരെന്ന ആ സർവകലാശാലയാണ് 3 മണിക്കൂർ കൊണ്ട് ഗീബൽസ് ചുട്ടരിച്ചത്. എന്നിട്ട് ജർമ്മൻ ജനതയോട് പറയുക, നിങ്ങളിനി വായിക്കണ്ട, ഞാൻ ബുദ്ധിജീവികളുടെ സംസ്കാരത്തിന് നശിപ്പിച്ചു. പക്ഷെ തെറ്റി ഫാസിസത്തിന്. പിന്നെയും എഴുത്തുകാരും ബുദ്ധിജീവികളും പുസ്തകം എഴുതാൻ തുടങ്ങി, ചിന്തകൾ വളർന്നു വന്നു. ഇപ്പൊ ഇന്ത്യയിലും അത് നിയമമാക്കാൻ പോവുകയാണ്. ഒറ്റ ലൈബ്രറി, ഒറ്റ ആശയം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ എല്ലാ ലൈബ്രറികളൊക്കെ ഉണ്ടെങ്കിൽ പുസ്തകമൊക്കെ ഒന്ന് പോയി നോക്കിക്കൊള്ളൂ കുട്ടികൾ കേട്ടോ. അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ടിരിക്കുന്ന അവളുടെ പുസ്തകമൊന്നും അവിടെ പ്രദർശിപ്പിക്കാൻ തന്നെ പാടില്ല എന്ന നിയമം വരും. അവർ പറയുന്ന പുസ്തകം മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിനെ ദുരീകരിക്കുക, ചരിത്രത്തിനെ ദുരീകരിക്കുക. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുമ്പോൾ ടി.വി. തോമസും എം.എൻ. ഗോവിന്ദൻ നായരും ഇ.എം.എസും അച്യുത മേനോനും അങ്ങനെ പലരും എല്ലാവരും ചെയ്തത് ചരിത്രത്തിന്റെ വ്യാപരണം കൊണ്ടാണ്, ചരിത്രത്തിനെ ആശയത്തിന്റെ ആയുധമാക്കിക്കൊണ്ടാണ് അവർ പോരാട്ടം നടത്തിയത്. പുന്നപ്ര വയലാറിലെ 100 കണക്കിന് മനുഷ്യന്മാർ മരിച്ചു വീണത് ഒരു ആശയത്തിന്റെ പിൻബലത്തിന് വേണ്ടി പോരാടിക്കൊണ്ടാണ്, ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പോരാടിയതാ. പുന്നപ്ര വയലിലെ തെങ്ങിൻ മുകളിൽ പോലും വെടികൊണ്ട് കേൾക്കുന്നത് ആ പ്രകൃതിയിലെ വൃക്ഷങ്ങൾ പോലും ഈ ആശയം വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ആ തെങ്ങുകൾ പറഞ്ഞത് ഞങ്ങളുടെ മേത്തേക്ക് വെടിവെച്ചു. ആശയമാണ് വലുത്. ഗാന്ധിജി പറഞ്ഞു, ഡു ഓർ ഡൈ, ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത് കേട്ടപ്പോൾ തന്നെ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർ റോട്ടിലേക്ക് ഇറങ്ങി. 1930കളുടെ അവസാനത്തിൽ 42-ൽ ഗാന്ധിജി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. കോടിക്കണക്കിന് ജനത അണിനിരന്നു. ആശയം ജനങ്ങളെ പ്രചോദിപ്പിക്കണം, ആശയം ജനങ്ങളെ ആവേശഭരിതരാക്കണം, ആശയം ജനങ്ങളുടെ രക്തത്തിനെ തളച്ചു മറിയിപ്പിക്കണം. അങ്ങനെയുള്ളൊരു ആശയത്തിന്റെ വക്താക്കളായിരുന്നു പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും സുസജ്ജമായ ആയുധം മാർക്സിസം എന്ന് പറയുന്ന ആശയമാണ്. ആ ആശയത്തിനെ മുറുകെ പിടിക്കണം. ഗാന്ധിസത്തിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ പ്രാകൃത ചിന്തകൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം. ഇന്ത്യയിൽ നെഹ്റുവിന്റെ ചരിത്രം പഠിക്കാൻ പാടില്ല,
ഗാന്ധിജിയെ തന്നെ തിരസ്കരിക്കാൻ വയ്യ. എന്നാലും ഗാന്ധിജിയെ പലപ്പോഴും അവർ ഒഴിവാക്കുന്നു. സർദാർ പട്ടേലിനെ പിടിച്ച് പ്രതിമയാക്കി. മൗലാന ആസാദിന്റെ ചരിത്രം പഠിക്കാൻ പാടില്ല. ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും കുറിച്ച് നിങ്ങൾ അറിയരുത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് സവർക്കറെ കുറിച്ചും ഗോൾവാൾക്കറെ കുറിച്ചും ഹെഗ്ഡേവാറിനെ കുറിച്ചും RSS തലവന്മാരെ കുറിച്ചും മാത്രം. അങ്ങനെയുള്ളൊരു ചരിത്രമാണ് ഈ ചരിത്ര സിലബസുകൾ മാറ്റിയെറിഞ്ഞുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വരുന്നത്. മുഗളന്മാരെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല. 600 കൊല്ലം ഈ രാജ്യം ഭരിച്ച ചക്രവർത്തി വംശത്തിന്റെ പേരാണ് മുഗൾ രാജവംശം. മുസൽമാൻ ബാബർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി ഇന്ത്യ രാജ്യം പിടിച്ചടക്കിയത് ഡൽഹി ഭരിച്ചിരുന്ന മുസ്ലിം ചക്രവർത്തിയായ ഇബ്രാഹിം ലോഡിയെ പരാജയപ്പെടുത്തിയിട്ട്, ഹിന്ദു ചക്രവർത്തിയെ പരാജയപ്പെടുത്തിയിട്ടല്ല ബാബർ ഇന്ത്യ പിടിച്ചടക്കിയത്. മുസ്ലിം ചക്രവർത്തിയായ ഇബ്രാഹിം ലോഡിയെ പരാജയപ്പെടുത്തിയിട്ട് ബാബർ ഇന്ത്യ പിടിച്ചടക്കിയത്. പിന്നെ 600 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ചു ആ രാജവംശം. ബാബർ മരിക്കുമ്പോ മകനായ ഹുമയൂണിനെ വിളിച്ച് വിൽപ്പത്രം എഴുതി. അതിൽ പറഞ്ഞു, മകനെ, നീ ഭരിക്കാൻ പോകുന്ന രാജ്യം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചേക്കുക, നീ രാജാവാകണ്ട. മരിക്കുന്നതിന് മുമ്പ് ഹുമയൂണിന്റെ കയ്യൊപ്പ് വാങ്ങിയിട്ടാണ് ബാബർ മരിച്ചത്. മുഗളന്മാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിശയകരമാണ്, ആനന്ദകരമാണ്. മഹാനായ അക്ബർ ചക്രവർത്തി രാജസദസ്സിലേക്ക് കടന്നു വരിക സിന്ദൂരപ്പൊട്ട് തൊട്ടിട്ടാണ്, ചന്ദനപ്പൊട്ട് തൊട്ടിട്ടാണ്. എന്തിനാ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോ പറയും, എന്റെ രാജ്യത്തിലെ ഭൂരിഭാഗം പ്രജകളും ഹിന്ദുക്കളാണ്, അവരുടെ വിശ്വാസത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അക്ബറിന്റെ സേനാനായകന്റെ പേരാണ് രാജാ ടോഡർമാൽ, ക്ഷത്രിയനാണ്. അക്ബറുടെ ഏറ്റവും വലിയ മന്ത്രിയുടെ പേരാണ് ബിർബൽ, ബ്രാഹ്മണനാണ്. അക്ബറുടെ മന്ത്രിസഭയിൽ 70% ഹിന്ദുക്കളാണ്. ഇതൊന്നും എന്തായി സംഘപരിവാർ പഠിപ്പിക്കാത്തത്? ഇവിടെ മുഗൾ രാജവംശം ഏത് ഇന്ത്യയെ ഇവിടെ തകർത്തത്? അവരല്ലേ ഇന്ത്യയെ ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരല്ലേ ഇന്ത്യയെ തകർത്തത്. ആ തകർത്ത ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയ ആളല്ലേ ഈ RSS നേതാവ് സവർക്കർ. എന്തുകൊണ്ടാണ് മുഗൾ രാജവംശത്തിന് അവർക്ക് പേടി? അവർ സാഹോദര്യത്തിന്റെ പാത കാണിച്ചു കൊടുത്തു. ഷാജഹാന്റെ മകനായ ദാറാ ഷോക്ക്, ലോക പണ്ഡിതൻ, അദ്ദേഹത്തിനോടാണ് ഷാജഹാൻ പറയുന്നത്, മകനെ, ഉപനിഷത്ത് പിറന്ന നാടാണിത്, നീ ഉപനിഷത്തിന്റെ സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുക്കൂ. ഉപനിഷത്തിന്റെ ആദ്യത്തെ 10 ഉപനിഷത്ത് പ്രഗത്ഭമായ ഉപനിഷത്തുകൾ, ഈശാവാസോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, പ്രശ്നോത്തരോപനിഷത്ത് തുടങ്ങിയിട്ട് ആദ്യത്തെ 10 ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിൽ ഉപനിഷത്ത് സന്ദേശം പറഞ്ഞു കൊടുത്ത ആളുടെ പേര് ഒരു മുസ്ലിമാണ്, ദാറാ ഷോക്കു, ഷാജഹാന്റെ മകൻ. എന്താ വരുന്നത് പഠിപ്പിക്കാത്തത്? അക്ബറുടെ കാലഘട്ടത്തിലാണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അക്ബർ നാമ. രാജ്യം എങ്ങനെ ഭരിക്കണം, എന്താണ് ഇന്നത്തെ IAS, എന്താണ് ഇന്നത്തെ IPS എന്നൊക്കെ അതിനാണ് ആദ്യം പറഞ്ഞത്. രാജ്യത്തിന്റെ ഭരണകൂട കേന്ദ്രീകരണവും ഭരണകൂട വികേന്ദ്രീകരണത്തെ കുറിച്ചും അതിന് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ഇപ്പോഴും ഭരണം പല ഘട്ടങ്ങളിലും നടക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ അതൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ജനകീയ ആസൂത്രണമൊക്കെ അവിടെ. ഇതൊക്കെ ഇന്ത്യക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവിടെയല്ലേ. അങ്ങനെ എന്തെല്ലാം സംഭാവനകൾ ചെയ്യുന്നു. ബിരിയാണി തിന്നാറ് കുട്ടികളോടെ കഴിക്കുന്നത്, ബിരിയാണി തിന്നാറ് അല്ലേ? എവിടെന്നാ കിട്ടിയത് ബിരിയാണി? ഇവര് പഠിപ്പിച്ചു തന്നാണ്. ഇന്ത്യയിൽ ബിരിയാണി എന്നുള്ള ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ പേരാണ് മുഗൾ രാജവംശം. ഫിഷ് പുലാവ്, മട്ടൻ പുലാവ്, ചിക്കൻ പുലാവ് ഇവരാണ് സംഭാവന ചെയ്യുന്നത്. 600 കൊല്ലം മുമ്പ് പേർഷ്യൻ വിഭവങ്ങളുടെ സ്വാദിഷ്ടമായിട്ടുള്ള വ്യാപരണം ഇന്ത്യയിൽ തുടങ്ങി. നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങൾ നല്ല വിഭവങ്ങളുണ്ട്, ഇല്ല നല്ല നല്ല കറികളുണ്ട്, നല്ല ചോറുണ്ട്, നല്ല നല്ല മനോഹരമായ വൈവിധ്യമുള്ള പച്ചക്കറികളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഉത്തരേന്ത്യയിൽ പോയാൽ അതിനേക്കാൾ ദാലുണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഈ സംസ്കാരവും നമ്മുടെ സംസ്കാരവും സമന്വയിപ്പിച്ച് ഒരു ഭക്ഷണ രീതി ഉണ്ടായി ഇന്ത്യയിൽ. ഇവര് സംഭാവന ചെയ്തത് അത്. കവാലി പാട്ടുകൾ കേൾക്കാറില്ലേ? സൂഫി ഗാനങ്ങൾ കേൾക്കാറില്ലേ? കവാലി എവിടെ നിന്നാണ് വരുന്നത്? ഇവരുടെ സംഭാവനയാണ്. മുസ്ലിം സംസ്കാരത്തിൽ നിന്നാണ് കവാലി ഗാനങ്ങൾ ഉണ്ടാകുന്നത്. ഹിന്ദി സിനിമകളിലൊക്കെ പലപ്പോഴും കവാലി ഗാനങ്ങൾ ഉണ്ടാകും. അമിതാഭ് ബച്ചനും അങ്ങനെ പല നായകന്മാരും കവാലി പാട്ടുകൾ കേൾക്കും. ഋഷി കപൂറൊക്കെ മരിച്ചുപോയത്. ആ കവാലി സംഗീതം കൊണ്ടുവരുന്നത് ഇവരാണ്. സൂഫി സംഗീതം കൊണ്ടുവരുന്നത് ഇവരാണ്. മനോഹരമായ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളായിരുന്നു മുസ്ലിം ചക്രവർത്തിമാർ. അവരോടാ പറയുന്നത് ഇവിടുന്ന് പോവാൻ.
നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരാകണ്ട. അപ്പൊ അതിനെ പറ്റി ഒരു സാമൂഹിക ജീർണിച്ച ചിന്താഗതിയെ ഇവിടെ വളർത്തിയെടുത്തത് കൊണ്ടല്ലേ അവർക്കത് പറയാൻ പറ്റുന്നത്. ആരാണ് അതിന് ഉത്തരവാദി? ഭരണകൂടം മാത്രമല്ല, പ്രതികരിക്കാതിരിക്കുന്ന നമ്മൾ. ചിന്ത വളരാത്ത സമൂഹത്തിൽ പ്രതികരണം ഉണ്ടാവില്ല. എല്ലാവരുടെയും ധാരണ ഞാൻ നേതാവ് പറയുന്നത് അനുസരിക്കണമെന്നുള്ള മനോഭാവത്തോടു കൂടിയിരിക്കുന്നവരാണ്. അടിമ മനോഭാവമാണ് ബഹുഭൂരിഭാഗം വരുന്ന ജനതയ്ക്ക്. കെ ദാമോദരന്റെ പ്രസിദ്ധമായൊരു ലേഖനമുണ്ട്, മാനസിക അടിമത്തത്തിനെതിരെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും മാനസിക അടിമത്തത്തിന്റെ പ്രതീകമാകരുത്. ചോദ്യം ചെയ്യണം അനീതിയെ, അധർമ്മത്തിനെ. പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും നടക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യണം. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഇവരൊക്കെ ചെയ്തത്. ആ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കപ്പെടുന്ന നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റുകാരാക്കുക. കവാലി സംഗീതം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന, ഭക്ഷണങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന, മുസ്ലിം സംസ്കാരം വേണ്ട എന്ന് പറയുമ്പോൾ അതിനെതിരെ നമ്മൾ ആശയ പ്രചരണം നടത്തണ്ടേ? അതല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുമതല. ഒരു ഭാഗത്ത് മതമൗലികവാദികളും മറുഭാഗത്ത് ആഗോള മൂലധന സാമ്രാജ്യത്വവും ഇന്ത്യ ഭരിക്കുന്നത്. 10-15 കുടുംബങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്. മോഡി എന്നുള്ള പ്രധാനമന്ത്രിയെ കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രം. ഭരിക്കുന്നത് മുഴുവൻ അംബാനി, അഡാനി തുടങ്ങിയിട്ടുള്ള വൻകിട മൂലധന സാമ്രാജ്യത്വ ശക്തികൾ. ലോകം ഭരിക്കുന്നത് തന്നെ മൂലധന സാമ്രാജ്യത്വ ശക്തികൾ, അല്ലാണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനോ അല്ലെങ്കിൽ റഷ്യൻ പുടിനോ അല്ലെങ്കിൽ ജിങ്സി ചൈനയിൽ അതൊന്നുമല്ല. ഇവരുടെയൊക്കെ പിന്നിലുള്ളത് മൂലധന ശക്തികളാണ്. അവരണിയറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക. ലോകത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഭരിക്കുന്നത് വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണ്, ഇന്ത്യയിലടക്കം. ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകുകയാണ്. പാർലമെന്റ് മന്ദിരം പിടിച്ചടക്കി, പ്രധാനമന്ത്രിക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നു. അമിതാധികാരം വളർന്നു വന്നാൽ ജനരോഷം മണപൊട്ടി ഒഴുകുമെന്നുള്ളതിന്റെ തെളിവാണത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമ ദുരധികാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അനീതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ദുരധികാരത്തിന് വേണ്ടിയുള്ള സമരമാണ്, ദുരധികാരത്തിനെതിരായിട്ടുള്ള സമരമാണ് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരം. അങ്ങനെ നമ്മൾ ഈ സമരത്തിന് മുറുകെ പിടിക്കണം. ഫാസിസത്തിനെതിരായ സമരം, ഏകാധിപത്യത്തിനെതിരായ സമരം. അംബാനിയും അഡാനിയും വിചാരിച്ചാലുള്ള കാര്യങ്ങളല്ല ഇന്ത്യയിൽ വളർന്ന് വലുതാകേണ്ടത്. ഒരു ഭാഗത്ത് 5.5 ലക്ഷം അല്ലെങ്കിൽ 7.5 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുള്ള മുകേഷ് അംബാനി, അല്ലെങ്കിൽ അഡാനി, അല്ലെങ്കിൽ മഹീന്ദ്ര, അല്ലെങ്കിൽ ഗോയങ്ക, റാം ബിർള, ടാറ്റ, അല്ലെങ്കിൽ റാവു പൊന്നങ്കല്ലി ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു 10-16 കുടുംബങ്ങൾ ഇന്ത്യയിൽ സർവാധിപത്യം സ്ഥാപിക്കുമ്പോൾ മറുഭാഗത്ത് കർണാടക വിട്ട് ഡൽഹി വരെ സന്ദർശിച്ചാൽ ഒറീസയിലും ഛത്തീസ്ഗഡിലും അല്ലെങ്കിൽ UP-യിലും മഹാരാഷ്ട്രയിലെയും പല ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സഖാക്കളെ നിങ്ങൾക്ക് കാണാം. 150-250 രൂപ വാങ്ങുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ജനത. എന്ത് ജനാധിപത്യ നാട്ടിലുള്ളത്? ഇതാണോ ജനാധിപത്യം? എന്താ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാത്തത്? ഇതിനെക്കുറിച്ച് ഓർത്തവരാണ് പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അംബാനിയുടെ മകന്റെ കല്യാണം 5000 കോടി ചെലവാക്കിയിട്ട് നടത്തിയത്. അദ്ദേഹത്തിന്റെ ഇഷ്ടം നടത്തിക്കോട്ടെ. പക്ഷേ ഇപ്പുറത്ത് 2 നേരം ഭക്ഷണം കിട്ടാത്ത 18 കോടി ജനത ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആരുണ്ടാക്കിയ ഇന്ത്യയെ? ഈ അംബാനിയും മൂലധന ശക്തികളെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അത് ഓർക്കണ്ടേ? അത് ഓർക്കേണ്ടവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. അത് ഓർക്കേണ്ടവനാണ് സഖാവ്. ഓർത്തിട്ടിങ്ങനെ കാര്യമില്ല. അതിനെതിരായി അസന്നിഗ്ധമായ സമരം ചെയ്യുന്നവനാണ്. സമരം ചെയ്യുക എളുപ്പമല്ല. ഒരു സമരം കൊണ്ട് 2 സമരം കൊണ്ടൊന്നും തകരാനൊന്നും പോകുന്നില്ല. നിരന്തരമായ സമരം കണ്ടു ഇന്ത്യ. 1.25 കൊല്ലം നീണ്ടു നിന്ന കർഷക സമരം. മോഡി മുട്ടുകുത്തി. പക്ഷേ ഉറപ്പിക്കണ്ട, ഇനിയും ആ നിയമങ്ങൾ വരും, യാതൊരു സംശയവും വേണ്ട. ഫാസിസം അങ്ങനെ പിൻവാങ്ങുകയൊന്നുമില്ല. 10 ലക്ഷം ആൾ കർഷകരാ സമരം ചെയ്തത്. 700 പേര് മരിച്ചു വീണു, പിൻവാങ്ങിയില്ല. അങ്ങനത്തെ സമരമാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. അങ്ങനത്തെ സമരമാണ് പുന്നപ്ര വയലാർ, കയ്യൂർ, കരിവള്ളൂർ, ഒഞ്ചിയം, മുനയംകുന്ന്, തേബാഗ, റായലസീമ, നക്സൽബാരി കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള സമരം. അസന്നിഗ്ധമായ പോരാട്ടം. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പോരാടിയാൽ മതി. നിയമം ലംഘിക്കണമെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നില്ല. പക്ഷെ അസന്നിഗ്ധമായ പോരാട്ടം, ആ പോരാട്ടമാണ് ഫാസിസം പരാജയപ്പെടുന്നത്. ഈ പൂർവസൂരികൾ നമ്മളോട് പറഞ്ഞത് അചഞ്ചലമായ പോരാട്ടത്തിന് ഇറങ്ങുക. അനീതിക്കും അധർമ്മത്തിനും എതിരെ മൂലധന ശക്തികളുടെ സർവാധിപത്യത്തിന് വിളിക്കുന്ന പേരാണ് നെക്രോ പൊളിറ്റിക്സ്. ആധുനിക സാമ്പത്തിക രാഷ്ട്രീയ ശാസ്ത്രജ്ഞന്മാർ
പുതിയൊരു പദമാണ് ഇപ്പോൾ, ഇത് പണ്ടേ ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ. ജോർജ് അഗമ്പൻ എന്ന് പറയുന്ന തത്വചിന്തകൻ ഉണ്ടായിരുന്നു മുസോളിനിയുടെ കാലഘട്ടത്തിൽ. അദ്ദേഹം വിളിച്ച പേരാണ് നെക്രോപൊളിറ്റിക്സ്. നെക്രോപൊളിറ്റിക്സ് പറഞ്ഞാൽ മരണരാഷ്ട്രീയം, മൃത്യുരാഷ്ട്രീയം. ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങൾക്കും ഇഷ്ടമിന്ന് മൃത്യുരാഷ്ട്രീയം കളിക്കാനാണ്. എത്ര പേരാ ഇന്ത്യയിൽ മരിച്ചു വീണ കോവിഡ് കാലഘട്ടത്തിൽ, ഗുജറാത്ത് കലാപത്തിൽ, മണിപ്പൂരിൽ, കർഷക സമരത്തിൽ, ഷഹീൻബാഗ് സമരത്തിൽ. ഇപ്പോഴും പട്ടിണി കിടന്ന് എത്ര പേര് മരിക്കുന്നു. ഇത് കണ്ട് ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ലക്ഷങ്ങളാണ് ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ചത്, പുടിൻ ഇരുന്ന് ചിരിക്കുന്നു. പലസ്തീനിൽ ഈ കുഞ്ഞുങ്ങളെക്കാൾ ചെറിയ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ 60,000 70,000 മരിച്ചു കഴിഞ്ഞു. 1.5 ലക്ഷം ജനം മരിച്ചു. 3-4 ലക്ഷം ജനങ്ങള് റെഫ്യൂജി ക്യാമ്പിലാണ്. നിത്യാന്യഹു ഇരുന്ന് ചിരിക്കുന്നു. ഇതെന്ത് രാഷ്ട്രീയം? ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊഴിച്ചോ? സ്വയം ഒന്ന് ആലോചിക്കുക. അപ്പോൾ മനസ്സിലാകും നമ്മുടെ മാനവികത എവിടെ പോയി എന്ന്. കമ്മ്യൂണിസ്റ്റുകാരൻ അതൊന്നും മറക്കണ്ട. ഇവരൊക്കെ കണ്ണുനീര് പൊഴിച്ചവരായിരുന്നു മറ്റുള്ളവന്റെ വേദനകളെ നോക്കി. നമ്മളതൊക്കെ മറക്കുന്ന, നമ്മളെ കൊണ്ടത് മറപ്പിക്കണമെന്നുള്ള പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് ഫാസിസം. മൂലധന ശക്തികൾ, ഈ രാഷ്ട്രീയ ഏകാധിപത്യ പ്രസ്ഥാനങ്ങൾ. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് എന്ത് വേണം, ഞങ്ങൾ തരാം. ബഹുനില മോളുകൾ വരുന്നു, ബഹുനില വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നു. ഒരു മോളിൽ കയറിയാൽ പല മലയാളിയടക്കമുള്ള മോളിന്റെ ഉടമ ലോകത്തിലെല്ലായിടത്തും മോളുകൾ ഉണ്ടാക്കി ആ മോളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമ്പോൾ നിങ്ങൾ മോളിലേക്ക് പോകുന്നത് ചിലപ്പോൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് പരിപ്പും കുറച്ച് ഉഴുന്നും വാങ്ങാനായിരിക്കും. ആ സഹോദരി മോളിലേക്ക് പോകുന്നുണ്ടാവും. എറണാകുളത്ത് ലുലു മോളിൽ പോയാൽ 3 സാധനം വാങ്ങാനേ പ്ലാൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്തിറങ്ങി വരുമ്പോഴേക്കും 15 സാധനങ്ങളുടെ സഞ്ചരിക്കും ഓരോരുത്തരുടെ കയ്യിലും. അതാണ് മോൾ രാഷ്ട്രീയത്തിന്റെ ആകർഷണ ശക്തി, ജനമനസ്സിനെ ആകർഷിക്കുക, ആധുനിക മൂലധന ശക്തികളുടെ അടിമകളാക്കി മാറ്റുക. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ 3 എണ്ണം വാങ്ങാൻ പോയ ആള് 10 എണ്ണമായിട്ട് ഇറങ്ങിത്തിരിക്കണം. അവിടെയാണ് അതിന്റെ പൊളിറ്റിക്സ്. ഇങ്ങനെ മനുഷ്യ ചിന്തയെ മുഴുവൻ ജീർണിപ്പിക്കുക, സങ്കുചിതമാക്കുക, സുഖസൗകര്യങ്ങളുടെ പിന്നാലെ നടത്തിക്കുക, അന്യന്റെ വേദനയെക്കുറിച്ച് അറിയുക. 1.5 കൊല്ലമായിട്ട് ഇപ്പൊ മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ സംസാരിക്കുന്നില്ല. 1300 പേരെ അവിടെ മരിച്ചു വീഴും. കുക്കി വംശജരും മേത്തി വംശജരും തമ്മിലുള്ള ഗോത്ര കലാപം തുടങ്ങിയിട്ട് കാലത്തിലെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ അവിടെ നിന്ന് പിരിച്ചുവിടാൻ തോന്നിയോ ഈ മോഡിക്ക്? നരാധമനായിട്ടുള്ള മുഖ്യമന്ത്രി എത്ര പേരെ കൊന്നു? ശബ്ദിക്കുന്നുണ്ടല്ലോ RSS, ശബ്ദിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ പോയി, CPM-ന്റെ നേതാക്കന്മാർ അവിടെ പോയി, രാഹുൽ ഗാന്ധി അവിടെ പോയി, ഈ മോഡി ഇതുവരെ അവിടെ പോയോ? ഇതെന്ത് ഭരണകൂടമാണ്? ചിന്തിപ്പിക്കണ്ടേ ജനതയെ കുറിച്ച്? അങ്ങനെയുള്ള വലിയ കലാപകലുഷിതമായ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ആലപ്പുഴ മണ്ഡലത്തിൽ BJP-ക്ക് വോട്ട് കൂടിയത്. അത് എങ്ങനെ ഉണ്ടായി എന്ന് സ്വയം പരിശോധിക്കണം. ജാതി മത ചിന്തകളുടെ ഗഹനമായ സ്വാധീനമാണ്. RSS അങ്ങനെയാണ് പ്രവർത്തിക്കുക. അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് മനുഷ്യന്റെ അടിവേരിറക്കി വരയ്ക്കുന്നു, ബിംബവൽക്കരണം നടത്തുന്നു, ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിംബത്തിന്റെ പേരാണ് നരേന്ദ്രമോദി. RSS-ന്റെ പുസ്തകമുണ്ട്, എന്താണ് ഫാസിസം എന്നുള്ള പുസ്തകം. കേരളം കണ്ട ഏറ്റവും വലിയ മഹാബുദ്ധിമാനായ പ്രൊഫസർ MN വിജയൻ, ഇപ്രാവശ്യത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് MN വിജയനെ കുറിച്ചുള്ള ലേഖനങ്ങളാണ് ഇന്നിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. MN വിജയന്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട് ഫാസിസം എന്താണ്. അതിന്റെ മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സ്ഥാപകനായ MN റോയുടെ പുസ്തകമുണ്ട്, എന്താണ് ഫാസിസം. ഫാസിസത്തിന്റെ തത്വചിന്തകനായിട്ടുള്ള നീഷെ, ഷോപ്പൻഹോവർ, ജർമ്മൻ തത്വചിന്തകന്മാർ എഴുതിയ പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഫാസിസം വളരുക ബിംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്. മോഡി എന്ന ബിംബം വീരാരാധനയുടെ പ്രതിപുരുഷനാക്കി. മോഡി എവിടെ ചെന്നാലും മോഡിയെ തൊഴുന്നു. മോഡിയെ തൊഴാൻ വേണ്ടി തൊടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തടിച്ചുകൂടുന്നു. അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണന്റെ മുന്നിലും ശിവന്റെ മുന്നിലും നിൽക്കുമ്പോഴുള്ള തിരക്കാണ് മോഡിയുടെ മുന്നിൽ അനുഭവപ്പെടുന്നത്. പട്ടാളം അങ്ങോട്ട് കയറ്റില്ലെങ്കിലും മോഡിയെ കാണുമ്പോൾ എല്ലാവരും തൃശ്ശൂർ വന്നപ്പോൾ അവിടെ കൂടിയുള്ള ജനങ്ങളെ തൊഴുത് മതിയാകുന്നില്ല. TV-യിൽ കണ്ടില്ലേ? ഇത് മഹാത്മാഗാന്ധി ഒന്നല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധി ജനിച്ച നാട്ടിൽ ഇങ്ങനെ ഒരാളെ തൊഴാനുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ ചിന്ത സാഹചര്യം ഇവർ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ സംഘപരിവാറിന്റെ വിജയം. അവിടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനിയിൽ ചുറ്റും മുണ്ടെടുത്ത് വേഷ്ടി പുതച്ച്
അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ 3 വട്ടം പ്രദക്ഷിണം നടത്തി. കണ്ടില്ല അവിടുത്തെ സ്ഥാനാർത്ഥി, പേരൊന്നും ഞാൻ പറയുന്നില്ല, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഇപ്പൊ മന്ത്രിയായി. വേഷ്ടി പുതച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരീരവും കാണിച്ചിങ്ങനെ തേക്കിൻകാട് മലയാളത്തിന്റെ ചുറ്റും അദ്ദേഹം പ്രദക്ഷിണം വെച്ചു. എത്ര സ്ത്രീകളാണ് വടക്കുന്നാഥനെ അല്ല തൊഴുതത്, ഈ ബിംബത്തിനെ തൊഴുതത്, ആ സ്ഥാനാർത്ഥി എന്ന വിഗ്രഹത്തിനെ തൊഴുതത്, സാക്ഷാൽ മഹേശ്വരനെ അല്ല തൊഴുതത് അവിടെ. അതാണ് RSSന്റെ രാഷ്ട്രീയം, ബിംബവൽക്കരണം. RSS അടയാളങ്ങളിലൂടെയാണ് സംസാരിക്കുക. RSSന്റെ അടയാളം എന്താ? കാവ്യമുണ്ട്, അല്ലെങ്കിൽ ചന്ദനമുണ്ട്, അല്ലെങ്കിൽ കയ്യിലൊരു കെട്ട്. എല്ലാ മതമൗലികവാദത്തിനും അടയാളങ്ങൾ ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിക്കും അത്തരത്തിലുള്ള അടയാളങ്ങളുണ്ട്, SDPIക്ക് അത്തരത്തിലുള്ള അടയാളങ്ങളുണ്ട്. CPIയും CPMഉം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ കാൽനട ജാതി, വാഹന പ്രചരണ ജാതിയൊക്കെ നടത്തുക. BJP നടത്തുന്ന ജാഥയുടെ പേരെന്താ? രഥയാത്ര. എന്താ കാരണം? അടയാളം. ആരാ രഥം? സൂര്യവംശ ചക്രവർത്തി രഘുവംശത്തിലോത്തമൻ ശ്രീരാമചന്ദ്രൻ വന്ന രഥം. ഞാനിതാ ആ രഥത്തിൽ വരുന്നു, ജനങ്ങളെ ആകർഷിക്കുന്നു. അഡ്വാനി അതാണ് രഥം ഉരുട്ടിയിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് 96, 92. രഥമാണ് അവരുടെ അടയാളം, ചിഹ്നങ്ങളാണ് അവരുടെ അടയാളം. ഈ പുസ്തകങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ തത്വചിന്തകന്മാർ എങ്ങനെയാണ് അടയാളങ്ങളിലൂടെ RSS വളരുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടയാളമല്ല പറയുന്നത്, മനുഷ്യ സ്നേഹമാണ് പറയുന്നത്. അരിവാൾ ചുറ്റിക എന്ന് പറയുന്നത് പാർട്ടിയുടെ കൊടിയുടെ ചിഹ്നമാണ്, അല്ലാണ്ട് മനുഷ്യനെ ഇതിന്റെ ആശയമാണ് മനുഷ്യനെ സ്വാധീനിക്കേണ്ടത്. അവർ അടയാളങ്ങളിലൂടെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. അതിനെയാണ് ജവഹർലാൽ നെഹ്റു എതിർത്തത്. ജവഹർലാൽ നെഹ്റു 16 കൊല്ലം RSSനെ നിരോധിച്ചു. അന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലാണ്. പട്ടേലും നെഹ്റുവാണ് RSSനെ നിരോധിച്ചത്. ആ പട്ടേലിനെ പിടിച്ച് RSSകാര് പ്രതിനിധിയാക്കി. എന്നിട്ട് പറഞ്ഞു പട്ടേൽ ഞങ്ങളുടെ ആളാണ്. എന്താണ്? ഇന്ത്യൻ RSSനെ ശക്തിയായി നിരോധിച്ച ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 4 പ്രാവശ്യം ഗോൾവാൾക്കർ മാപ്പ് എഴുതി കൊടുത്തു. എന്നിട്ട് അവസാനം പട്ടേൽ നെഹ്റുവിന്റെ അടുത്ത് ഗോൾവാൾക്കറെ കൂട്ടിക്കൊണ്ടുപോയി ഇയാളുടെ സംഭാഷണം ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് നെഹ്റു കേട്ടിട്ട് അവസാനം പറഞ്ഞ് സാംസ്കാരിക സംഘടനയായിട്ട് പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിച്ചോളൂ, രാഷ്ട്രീയം പാടില്ല എന്നിട്ടാണ് നിരോധനം നീക്കി കൊടുക്കുന്നത്. ആ സർദാർ പട്ടേലിനെ എന്തുകൊണ്ട് ഒരു പ്രതിമയാക്കി? ബിംബം. സർദാർ പട്ടേലാണ് ഇന്ത്യയിൽ 600 ചില്ലുവാനം രാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ് ആക്കിയത്. VP മേനോനും സർദാർ പട്ടേലും. ആ ഉരുക്കുമുഷ്ടി അദ്ദേഹം പ്രകടിപ്പിച്ചു. പട്ടേലിന്റെ ഉരുക്കുമുഷ്ടിയുടെ ആൾക്കാരാണ് ഞങ്ങൾ, അല്ലാണ്ട് പട്ടേലിന്റെ ആദർശമൊന്നും ഞങ്ങൾക്കില്ല എന്നാ ബിംബത്തിലൂടെ അവർ പറഞ്ഞത്. ആ ബിംബം ഉണ്ടാക്കാൻ 2900 കോടി രൂപ ചെലവഴിച്ചു. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇവര് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വയനാടിലെ ദുരന്തം നാഷണൽ ഡിസാസ്റ്റർ ആക്കാൻ ഇവർക്ക് വയ്യ. കേരളത്തിനോട് ഭീകരമായ അവഗണന, കേരളത്തോട് പരിപൂർണമായ ശത്രുത. അത് പിണറായി വിജയനോടുള്ള ശത്രുതയൊന്നുമല്ല, അങ്ങനെയൊന്നും നിസ്സാരവൽക്കരിക്കേണ്ട ആ കാര്യം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊന്നുള്ള ശത്രുതയല്ല. RSSന്റെ ആജീവനാന്ത ശത്രുവായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. ഇന്ന് ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളൂ, അത് കേരളത്തിലാണ്. ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും മറിച്ചിടണം, എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്ന് ഒരാളെ കണ്ടുകൊണ്ടല്ല അവർ പറയുന്നത്. അവർ ഐഡിയോളജിക്കെതിരായിട്ടുള്ള ഫൈറ്റാണ് നടത്തുന്ന, ആശയപരമായ പോരാട്ടം. ഇറ്റ് ഈസ് എൻ ഐഡിയോളജിക്കൽ വാർ, ആശയപരമായ യുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ തിരിച്ച് ആശയപരമായ യുദ്ധം നടത്തണം, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. ഇടതുപക്ഷ പ്രസ്ഥാനം മനുഷ്യ സ്പന്ദനം ഏറ്റുവാങ്ങുന്ന പ്രസ്ഥാനമാകണം. അഹങ്കാരത്തിന്റെ ഭാഷ കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിക്കണ്ട, വിനയത്തിന്റെ ഭാഷ സംസാരിച്ച മതി. 8 കൊല്ലം ഭരണത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളായി ചമയണ്ട കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. പലരും അങ്ങനെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അതല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഷ. അതുകൊണ്ടൊക്കെ തന്നെ ജനം ഒന്ന് തിരിച്ചു കുത്തിയത്. ജനങ്ങളോട് അടുപ്പം നിൽക്കണം, വിനയം കാണിക്കണം, മര്യാദ പ്രകടിപ്പിക്കണം, ജനങ്ങളുടെ സഹോദരനാണെന്ന് തോന്നിപ്പിക്കണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപഴകുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴുമുണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം കൂട്ടി വരുമ്പോഴാണ് ഇടതുപക്ഷം വമ്പിച്ച ശക്തിയോടുകൂടി തിരിച്ചു വരിക. രാഷ്ട്രീയത്തിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാകാം. ഈ പരാജയത്തിൽ നിന്ന് കരയേറാൻ ജനസമ്പർക്കത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ, ആശയബോധവൽക്കരണത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ജനങ്ങളുടെ സാഹോദര്യവും സഹിഷ്ണുതയും പിടിച്ചു പറ്റിക്കൊണ്ട് മനുഷ്യ സേവനത്തിന്റെ ഉദാത്ത പ്രതീകങ്ങളാകാൻ എന്തു വേണം? നമുക്ക് നമ്മളോട് ആത്മവിശ്വാസം വേണം.
മനുഷ്യ മനസ്സ് ഉറച്ചതാകണം. സഖാവ് തങ്കപ്പൻ്റെയൊക്കെ മനസ്സ് അങ്ങനെയായിരുന്നു. ഉറച്ച മനസ്സ്, ആത്മവിശ്വാസം, അഭിപ്രായ ദൃഢത. അങ്ങനെയുള്ളവർക്കാണ് ജനങ്ങളെ നയിക്കാൻ പറ്റുക. അല്ലാണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ പേടിക്കുന്ന ആൾക്കൊന്നും ജനങ്ങളെ നയിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും ഉറച്ച മനസ്സിന്റെ, ആശയ ദൃഢതയുടെ, അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാകണം. അതാണ് മാർക്സ് പറഞ്ഞത്, മനുഷ്യൻ സാമൂഹിക പരിണാമത്തിന്റെ ചാലകശക്തിയാകണം. മാറ്റത്തിന്റെ ഈറ്റുനോവ് പേറി പരിവർത്തന ദാഹത്തിന്റെ തിരകൾ മനസ്സിൽ ഇരമ്പിക്കൊണ്ട് ആർത്തലച്ചു വരുന്നൊരു ജനശക്തി പ്രവാഹമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. ഇത് ചുടുചോരയൊഴുക്കിയ പ്രസ്ഥാനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ, നാടുവാഴിത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ നാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പരാജയപ്പെടാൻ പാടില്ല. കാരണം അത് മനുഷ്യ സ്പന്ദനം ഏറ്റുവാങ്ങുന്ന പ്രസ്ഥാനമാണ്. ആ സമൂഹത്തിന്റെ ചാലക ശക്തിയുടെ ഉദ്ദീപ്തമായ ചൈതന്യം ഉയർത്തുന്ന പ്രസ്ഥാനമാണ്. ആഫ്രിക്കയിൽ ഒരാളുടെ കുടിയൊഴിപ്പിച്ചാൽ എന്റെ പുറത്തും വേദനിക്കുമെന്ന് പറഞ്ഞ ഇടശ്ശേരി ജീവിച്ചിട്ടുള്ള കേരളമാണ്. മഹാകവി ഇടശ്ശേരി ജീവിച്ച കേരളമാണ്. വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കന്നു കണ്ണുനീരും അത്തരമൊരു ഈശ്വരനുണ്ടെങ്കിൽ ചവിട്ടുക ആ ഈശ്വരനെ നാം എന്ന് പാടിയ മഹാകവി ചങ്ങമ്പുഴ ജീവിച്ചിട്ടുള്ള കേരളമാണിത്. ഈ കേരളത്തിലെ മലയാളികളെ നോക്കിയിട്ട് സുന്ദരന്മാരെ, സുന്ദരിമാരെ എന്ന് വിളിച്ച മഹാകഥാകാരൻ ഉറൂബിന് ജന്മം നൽകിയ കേരളമാണിത്. PC കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ്. OV വിജയന്റെ കേരളമാണിത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉപരിയായി പല സാഹിത്യകാരന്മാരും അത്യുജ്വലരായ ദാർശനികർ ജീവിച്ച് മതേതരത്വത്തിന്റെ സന്ദേശം പടർത്തിയ, കമ്മ്യൂണിസത്തിന്റെ വർത്തമാനം പറഞ്ഞ, മനുഷ്യ സ്നേഹത്തിന്റെ വർത്തമാനം പറഞ്ഞ ഈ നാടിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. അതിന്റെ ആദ്യത്വമാണ് ആ ഭീകരമായ വയനാടിന്റെ ദുരന്തത്തിൽ അവിടെ സേവനബദ്ധരായി എത്രയോ ദിവസങ്ങളായി ഈ ഇടതുപക്ഷത്തിന്റെ യുവാക്കൾ, എല്ലാ സംഘടനയിലും പെട്ടവർ അവിടെ അഹോരാത്രം പണിയെടുക്കുന്നു. മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ആ അത്യുജ്വലമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾക്ക് ജനങ്ങളുമായിട്ടുള്ള ഈടുറ്റ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. മാർക്സിന്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകങ്ങളിൽ ഒന്ന്, നത്തിങ് ഹ്യൂമൻ ഈസ് അലൈൻ ടു മീ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും എനിക്ക് അന്യമല്ല. അതാണ് സഖാവെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പിന്തുടരേണ്ട വാചകം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു സഖാവിനും അന്യമല്ല. എല്ലാവരും ഒന്നാണ്. എല്ലാവരും കൂടി പോരാട്ടം, മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ള പോരാട്ടം. അല്ലാണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കണ്ടുപിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനുഷ്യനെ കണ്ടുപിടിക്കുക, ആ മനുഷ്യത്വത്തിനെ ചേർത്ത് പിടിക്കുക. ആ മാനവികതയുടെ ഉജ്ജ്വലമായ രൂപങ്ങളായിട്ട് മാറുമ്പോൾ തീർച്ചയായും ഈ പ്രസ്ഥാനം വളരെ അചഞ്ചലമായിട്ട് മുന്നോട്ട് ഗമിക്കും. യാതൊരു സംശയവുമില്ല. ആ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ ഈ സഖാവ് തങ്കപ്പനെ പോലെയുള്ള രണധീരരായിട്ടുള്ള സഖാക്കളുടെ ഉജ്ജ്വലമായ ജീവചരിത്രങ്ങളും അവർ നടത്തിയ പോരാട്ടങ്ങളും നമ്മൾക്ക് ആവേശം പകരട്ടെ. ആ മാതൃകകൾ പിന്തുടരാൻ നമുക്ക് ഏറ്റവും വലിയ ചൈതന്യവത്തായിട്ടുള്ള ചിന്താശേഷിയായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ലാൽ സലാം.